ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോളെ കാണാനില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന പൊന്നി വീട്ടിലെല്ലായിടത്തും പപ്പിയെ അന്വേഷിക്കുന്നു. അവിടെയെങ്ങും പപ്പിയില്ല എന്ന് അറിഞ്ഞതോടെ പൊന്നി വേഗം ശ്യാമയുടെ അരികിലേക്ക് എത്തി. റൂമിലെല്ലാം പരിശോധിച്ചതിന് ശേഷം ശ്യാമയോട് പൊന്നി ചോദിച്ചു, മോളെ ഇങ്ങോട്ട് പപ്പിമോള് വന്നോ? മോളെ കണ്ടില്ല എന്ന് പറഞ്ഞതും അവളുടെ റൂമിൽ നോക്കിയില്ലേ ചേച്ചി എന്ന് ശ്യാമ അന്വേഷിച്ചു. ഞാൻ എന്തായാലും ഒരിക്കൽ കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമയുടെ റൂമിലേക്ക് ശ്യാമ പറഞ്ഞനുസരിച്ച് പപ്പിമോളുടെ റൂമിലേക്ക് വേഗം പൊന്നിയെത്തി. അവിടെ വന്ന് നോക്കിയതും ബെഡിൽ കിടക്കുന്നത് പോലെ അവിടെ പപ്പിയുടെ തലേണയുടെ അരികിലേക്ക് ചേർന്ന് ഒരു കുഞ്ഞ് കിടക്കുന്നത് പോലെ ബ്ലാങ്കറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടതോടെ ഇവിടെ കിടക്കുകയായിരുന്നോ? ഇവിടെ മൂടി പുതച്ച് നേരത്തെ കയറി കിടന്നു അല്ലേ? കുട്ടികളെ നേരത്തെ കിടത്തി ഉറക്കിയെന്ന് പറഞ്ഞ് ഇനി സത്യാമ്മയുടെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. മോളിങ്ങി എണീറ്റേ, വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാ മതി എന്ന് പറഞ്ഞ് പൊന്നി വേഗം ആ പുതപ്പെടുത്ത് മാറ്റി. അപ്പോഴാണ് പുതപ്പിനടിയിൽ കുട്ടിയില്ല എന്ന് പൊന്നിക്ക് മനസ്സിലായത്. പപ്പിമോളെ വേഗം ഇങ്ങ് വന്നേ, എന്നോട് കളിക്കല്ലേ, ഇനിയും സമയം പോയാലേ ഭക്ഷണം കഴിക്കേണ്ട സമയം വൈകും, സത്യാമ്മ വഴക്കും പറയും, വേഗം വാ എന്ന് പറഞ്ഞ് പൊന്നി എല്ലായിടത്തും വിളിച്ചു. പക്ഷെ എങ്ങും തന്നെ കുഞ്ഞിന്റെ അനക്കം പോലും കണ്ടില്ല. ആകെ ടെൻഷനിലായ പൊന്നി വേഗം ശ്യാമയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, മോളെ കുഞ്ഞ് റൂമിൽ എങ്ങും തന്നെ ഇല്ല, ഞാൻ എന്തായാലും ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കട്ടെ, വീട്ടിലുള്ള എല്ലാവരോടും കൂടി ഒന്ന് പറയാം എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, പൊന്നിയേച്ചി ഇനി ചിലപ്പോ ആ കാർത്തിക അവൾ എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? എന്റെ മോള് പേടിച്ച് ഇവിടെ വന്ന് എന്നോട് സങ്കടം പറയുകയും ചെയ്തു. മാത്രമല്ല അവൾ എന്റെ മുന്നിൽ വന്ന് എന്റെ മോളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന വരെ പറഞ്ഞതാണ് എന്ന് ശ്യാമ ടെൻഷനോടെ പൊന്നിയോട് പറഞ്ഞു. അപ്പോഴേക്കും പൊന്നു പറഞ്ഞു, മോള് വിഷമിക്കാതെ, ഞാൻ എന്തായാലും ഇവിടെയെല്ലാം ഒന്ന് നോക്കട്ടെ, ഇവിടെ വീട്ടിലുള്ള എല്ലാവരോടും കൂടി ഒന്ന് പറയട്ടെ, പപ്പിമോളെ കാണാനില്ല എന്നുള്ള കാര്യം. അവരുകൂടി അന്വേഷിച്ച എല്ലായിടത്തും നോക്കിയാ പപ്പിമോളെ കണ്ടെത്താൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ മോള് ഒരു കാര്യം ചെയ്യണം, തൽക്കാലം മോള് പുറത്തേക്കൊന്നും ഇറങ്ങി വരരുതേ. പപ്പിമോളെ കണ്ടെത്താൻ ഞാൻ എല്ലാവരോടും കൂടി സഹായം ചോദിക്കുകയല്ലേ. അപ്പോ വേഗം തന്നെ എല്ലാവരും വീട്ടിൽ പരിസരം എല്ലാം നോക്കി മോളെ കണ്ടെത്തും. അതുകൊണ്ട് ഞങ്ങളോട് കളിക്കാനായിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞപ്പോ ശ്യാമ സങ്കടത്തോടെ പറഞ്ഞു, എനിക്കറിയാം ആ കാർത്തിക അവൾ എന്റെ മോളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, എന്റെ മോളോട് അവൾക്ക് വല്ലാത്ത വൈരാഗ്യമാണെന്ന് പറഞ്ഞ് ശ്യാമ സങ്കടപ്പെട്ടു. അത് കണ്ടതും പൊന്നു പറഞ്ഞു, ഇല്ല മോളെ, അങ്ങനെയൊന്നും വരില്ല, അത്രയ്ക്ക് ധൈര്യമൊന്നും അവക്കില്ലല്ലോ. എന്തായാലും ഞാൻ എല്ലാവരോടും കാര്യം ഒന്ന് പറയട്ടെ, അതുവരെ മോള് പുറത്തേക്കൊന്നും ഇറങ്ങരുത് കേട്ടോ. കാര്യം അറിയാവല്ലോ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ സത്യാമ്മ വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ മോള് വെറും ഒരു നാടകമായി കളിച്ചെന്നുള്ള കാര്യം സത്യാമ്മയ്ക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ എന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് മോള് തൽക്കാലം പുറത്തോട്ടൊന്നും ഇറങ്ങി വരല്ലേ എന്ന് പറഞ്ഞ് പൊന്നി വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് സത്യമോളും പപ്പിയും കൂടിയിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ സത്യയോട് പപ്പി ചോദിച്ചു, അല്ല ഇന്ന് സത്യ ഇവിടെ തനിച്ചല്ലേ കിടക്കാറുള്ളത്, ആരെങ്കിലും അവിടെ നമ്മളെ അന്വേഷിച്ചു വരുവോ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, അങ്ങനെയൊന്നും വരില്ല, എന്തായാലും ഇവിടെ സത്യ പപ്പിമോൾ ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് പോയി ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. എന്താ അവിടെ ശാരദാമ്മ കഴിക്കാൻ എടുത്തേക്കുന്നത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് പപ്പി തല കുലുക്കി. അപ്പോഴേക്കും ശാരദാമ്മ ഭക്ഷണം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ഗോപാലകൃഷ്ണൻ കഴിക്കാനായി എവിടേക്ക് എത്തി. ചേറ് വലിച്ചിടുന്നതിനിടെ ചോദിച്ചു, അല്ല നേരത്തെ വന്ന് ഊണുമേശയിൽ സ്ഥാനം പിടിക്കുന്ന ആളെ കാണുന്നില്ലല്ലോ, എന്തിയേ എന്ന് ചോദിച്ചതും ശാരദാമ്മ വേഗം സത്യമോളെ വേഗം വന്ന് ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞ് ശാരദാമ്മ വിളിക്കുന്നു. ആ വിളി കേട്ടതും വേഗം തന്നെ പപ്പി തന്റെ ബാഗും എടുത്ത് കട്ടിലിന്റെ പിന്നിലായി വന്ന് മറവിൽ ഒളിച്ചിരുന്നു. ഉടനെ സത്യമോള് വിളിച്ചു പറഞ്ഞു, ദാ വരുന്നു ശാരദാമ്മേ എന്ന് പറഞ്ഞ് സത്യ പപ്പിയെ ആ ടെഡി ബിയറിന് അരികിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് സത്യ വേഗം ഭക്ഷണം കഴിക്കാനായി ഓടിയെത്തി. ഈ സമയത്ത് ശാലിനിയും ഭക്ഷണം കഴിക്കാനായി എവിടേക്ക് വന്നു. അല്ല എന്താ ഇതുവരെയായിട്ടും ആളിങ്ങി എത്തിയില്ല ഭക്ഷണം കഴിക്കാൻ എന്ന് ശാലിനി അന്വേഷിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അവിടെ ഇന്ന് ഒത്തിരി ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ റൂമിലിരിക്കുന്നത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, പിന്നെ വെറുതെ അടവാ, ആ പാവേനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ശാലിനി പറഞ്ഞപ്പോ ശാരദാമ്മയും പറഞ്ഞു, അതെ, പാവയും കളിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമാണല്ലോ ഈ ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ ആളവിടെ ഇരിക്കുന്നത്. ഉടനെ ഇത് കേട്ടെന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞു, കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെയാ, അവർക്ക് കളിയും ചിരിയും ഒക്കെ ഈ സമയത്തല്ലേ നടക്കൂ, അതുകൊണ്ട് കളിച്ചും ചിരിച്ചുമൊക്കെയാ കുട്ടികൾ പഠിക്കുന്നത്, അല്ലാതെ ഏത് സമയം പുസ്തകം എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, എന്തായാലും പഠിക്കുമ്പോ കുട്ടികള് കളിക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാ.
എങ്കിലും പഠനം അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പോയില്ലെങ്കിൽ അതും പ്രശ്നമല്ലേ എന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും ചെയ്യണം. കുട്ടികൾ നന്നായിട്ട് പഠിക്കേണ്ട പ്രായവുമാണിത് എന്നൊക്കെ പറയുമ്പോ ഉടനെ ശാരദാമ്മ പറഞ്ഞു, ദേ ഗോപാലേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്നെങ്കിൽ ഇക്കരെ നിക്ക് അല്ലെങ്കിൽ അക്കരെ നിക്ക്. ഇത് ഈ രണ്ട് വെള്ളത്തിലും കൂടെ കാലുകുത്താനുള്ള പരിപാടി അത് ശരിയാവുകയില്ല എന്ന് ഗോപാലകൃഷ്ണനോട് ശാരദാമ്മ അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അത് ശരി, ഇപ്പൊ രണ്ടുപേരും കൂടി കൊച്ചിന്റെ കാര്യം പറഞ്ഞ് അടിയാണല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി അങ്ങനെ ചോദിച്ചത് കേട്ട് അവിടേക്ക് സത്യമോള് ഭക്ഷണം കഴിക്കാനായി എത്തി. എന്താ ഇവിടെ സംസാരം എന്ന് ചോദിച്ച് സത്യ അവിടേക്ക് എത്തിയതും ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അല്ല, മോളുടെ കാര്യം പറഞ്ഞ ഇപ്പൊ ഇവിടെ അടിയുണ്ടായിക്കൊണ്ടിരുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും സത്യ ചോദിച്ചു, അതെന്താ? അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ ചോദിച്ചത്, ഇത്രയും നേരം മോളുടെ കൂടെ ആരാ ഉണ്ടായിരുന്നത്? ആ ചോദ്യം കേട്ടതും സത്യ ആകെ ഞെട്ടി. ദൈവമേ, എല്ലാം അറിഞ്ഞോ എന്ന ആശങ്കയിൽ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുമ്പോ ശാലിനി ചോദിച്ചു, എന്താ നിനക്കൊരു കള്ളത്തരം? അപ്പോഴേക്കും ശാലിനിയോട് മറുപടി ഒന്നും പറയാതെ സത്യ ശാലിനിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ, മോളുടെ കൂടെ ഇത്രയും നേരം ടെഡ്ഡി ബിയർ ആണോ ഉണ്ടായിരുന്നത്? അതോ ടെഡ്ഡി ബിയർ പാവകളായിരുന്നോ? അതോ ഇത്രയും നേരം മോളുടെ കൂടെ ഉണ്ടായിരുന്നത് പുസ്തകങ്ങളാണോ? ഇതിലേതാണെന്ന് മോള് പറ. അതിനെ ചൊല്ലിയായിരുന്നു ഞങ്ങൾക്കിടയിൽ ഇവിടെ തർക്കം ഉണ്ടായത് എന്ന് ഗോപാലകൃഷ്ണൻ സത്യമോളോട് പറഞ്ഞു. അത് കേട്ടതും സത്യ ആലോചിച്ചു, ഓ ഭാഗ്യം, ഞാനങ്ങ് പേടിച്ചു പോയി എന്നാലോചിച്ച് സത്യ അങ്ങനെ നിന്നതും ശാലിനി ചോദിച്ചു, എന്താ നീ ഒരു കള്ളലക്ഷണത്തോടെ നിൽക്കുന്നത്? നീ പഠിക്കുക തന്നെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, അതേ അമ്മേ, ഞാൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. ഇത്രയും നേരം അതാ ചെയ്തിരുന്നത്, ഇനിയുമുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ശാരദാമ്മ ഭക്ഷണം എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും സാരയില്ല മോള്, ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പഠിച്ചാ മതി കേട്ടോ എന്ന് പറഞ്ഞതും ശാലിനിയോട് നേരെ നോക്കി സത്യ പറഞ്ഞു, അതെ, ഞാനേ നന്നായിട്ട് പഠിച്ചില്ലെങ്കിലേ അമ്മയെ പോലെ എനിക്ക് ഇത്രയും വലിയ ജോലിയൊന്നും കിട്ടില്ലല്ലോ. ഞാൻ പഠിച്ചാലല്ലേ അമ്മയെ പോലെ വലിയ ജോലിക്കാരിയാകാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണനെ നോക്കിയിട്ട് ശാരദാമ്മ പറഞ്ഞു, അതൊന്നും ഈ വല്യച്ഛന് അറിയത്തില്ലെന്നേ. കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യങ്ങൾ വല്ലതും വല്യച്ഛന് അറിയാവോ? വല്യച്ഛൻ ഇങ്ങനെ വെറുതെ വാതോരോന്ന് പറയുന്നല്ലേ ഉള്ളൂ എന്ന് ശാരദാമ്മ ഗോപാലകൃഷ്ണൻ നോക്കി പറഞ്ഞു. ഗോപാലകൃഷ്ണൻ ഒന്നും മിണ്ടാതെ ശാരദാമ്മയും ശാലിനിയും നോക്കിയിരിക്കുമ്പോ സത്യമോള് ഭക്ഷണം എടുക്കാനായി ഒരുങ്ങി. അത് കണ്ടതും ശാരദാമ്മ പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ തന്നെ എടുത്തു തരാം എന്ന് പറഞ്ഞ് ശാരദാമ്മ ചോറ് വിളമ്പാൻ തുടങ്ങി. അത് കണ്ടപ്പോ സത്യ പറഞ്ഞു, വേണ്ട ശാരദാമ്മേ, ഞാൻ വിളമ്പി എടുത്തോളാം, ഞാൻ വലിയ കുട്ടിയായില്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ വലിയ കുട്ടിയായെന്ന്, അതുകൊണ്ട് തൽക്കാലം ശാരദാമ്മ തന്നെ എടുത്തു തരാം എന്ന് പറഞ്ഞ് ശാരദാമ്മ ഭക്ഷണം വിളമ്പുന്നു. ഉടനെ സത്യ തന്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പുന്നത് കണ്ട് തനിക്കുള്ള ഭക്ഷണമായി കഴിഞ്ഞപ്പോ ശാരദാമ്മ സത്യയുടെ നേരെ നീട്ടി, ഇത് മോള് കൊണ്ടുപോക്കോ, ഇത് മോക്കുള്ളത് എന്ന് പറഞ്ഞ് കയ്യിലേക്ക് ഭക്ഷണം കൊടുത്തിടും. സത്യ അതും കൈ പിടിച്ച് അങ്ങനെ നോക്കിയിരുന്നു. ഉടനെ എന്തു പറ്റി എന്ന് ചോദിച്ചു. അതെ, ഞാനിത് റൂമിൽ കൊണ്ടുപോയി കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാലിനി പറഞ്ഞു, അതൊന്നും വേണ്ട, നീ ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞത് കേട്ട് ശാലിനി വീട്ടിൽ ഇരുന്ന് ഇവിടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിച്ചാൽ മതി, റൂമിലേക്ക് കൊണ്ടുപോയാലേ അവിടെ എല്ലാം വീരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ശാരദാമ്മയോട് സത്യ പറഞ്ഞു, ഇല്ല ഇല്ല ശാരദാമ്മേ, ഞാൻ റൂമിൽ കൊണ്ടുപോയി കഴിച്ചോളാം, എനിക്ക് ഒത്തിരി എഴുതാനുണ്ട് എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു, ശാലിനി, മോള് കൊണ്ടുപോയി കഴിച്ചോട്ടെ, അവിടെ പോയിരുന്ന് കഴിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഇനി അഥവാ അവിടെയൊക്കെ വീഴ്ച ഞാൻ അത് വൃത്തിയാക്കിക്കോളാം, എന്താ പോരെ എന്ന് ചോദിച്ചു. അപ്പോഴും സത്യ ആലോചിച്ചു, ദൈവമേ, ഇത്രയും ചോറും കൊണ്ട് പോയാൽ ശരിയാവില്ലല്ലോ എന്ന് ആലോചിച്ച് സത്യ അങ്ങ് നിൽക്കുന്നത് കണ്ട് ഉടനെ ശാലിനി ചോദിച്ചു, എന്തു പറ്റി, എന്താ ഇനി ഒരു ആലോചന? അപ്പോഴേക്കും സത്യ പറഞ്ഞു, അല്ല, കുട്ടികളുടെ വളർച്ചയ്ക്ക് പോഷകാഹാരം ആവശ്യമാണെന്നല്ലേ പറയാറുള്ളത്. ചോറ് നല്ല പോഷകാഹാരമാ, അതുകൊണ്ട് എനിക്ക് കുറച്ച് ചോറ് കൂടി വേണം എന്ന് പറഞ്ഞു. അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു, അത്രയേ ഉള്ളോ, ഞാൻ തരാലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ ചോറ് വിളമ്പാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ശാലിനി അത് തടഞ്ഞു. വേണ്ടമ്മേ, ഇതെല്ലാം വെറുതെ കൊണ്ട് കളയാനാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ അത് കണ്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ശാരദേ, നീ മോക്ക് ചോറ് കൊടുക്ക, കളയാണെങ്കിൽ കളയട്ടെന്നേ എന്ന് ഗോപാലകൃഷ്ണൻ മറുപടി നൽകി. ഉടനെ ശാരദാമ്മ അതെ എന്ന് പറഞ്ഞ് ശാരദാമ്മ വേഗം കുഞ്ഞിന് ചോറ് വിളമ്പാൻ തുടങ്ങി. ഇത് കണ്ടതും വീണ്ടും സത്യ പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി വേണം ശാരദാമ്മേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തനിക്കും പപ്പിക്കും കൂടി കഴിക്കാൻ പാകത്തിനുള്ള അത്രയും ചോറ് പ്ലേറ്റിൽ വാങ്ങിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ കുറച്ച് കറി കൂടി ഇട്ടെ എന്നെല്ലാം ചോദിച്ച് കറിയും ചോറും എല്ലാം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ ശാലിനി പറഞ്ഞു, അമ്മേ, മതി മതി, ഇനി ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലേ ഇനി അവക്ക് ഞാൻ റൂമിൽ കൊണ്ടുപോയി കൊടുത്തോളാം, ഇത്രയും മതി എന്ന് പറഞ്ഞു. പപ്പിക്കും തനിക്കും കഴിക്കാനുള്ളതായെന്ന് അറിഞ്ഞതോടെ സത്യ ചോറുമായി റൂമിലേക്ക് പോയി.
അപ്പോഴേക്കും ശാലിനി ഇരുവരെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, രണ്ടുപേരും കൂടി ഇങ്ങനെയാണ് മോളെ വഷളാക്കുന്നത്. രണ്ടുപേരും കൂടി എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് അവളെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചിരിക്കുക അല്ലേ എന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ, കുഞ്ഞല്ലേ, അങ്ങനെയെങ്കിലും 10 പെറ്റ് വയറ്റിൽ ചെന്നാലായി എന്ന് പറഞ്ഞ് ശാരദാമ്മയും ശാലിനിയെ സമാധാനപ്പെടുത്തി. എന്തായാലും നീ ഇരിക്കെ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിക്ക് കൂടിയ ഭക്ഷണം വിളമ്പി. അപ്പോഴേക്കും സത്യാമ്മയുടെ വീട്ടിൽ ഇത്രയും നേരമായിട്ടും പപ്പിയെ കുറിച്ച് ഒരു വിവരം അറിയാറായതോടെ ശ്യാമ തനിക്ക് റൂമിലിരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെ ശ്യാമ ആശങ്കയോടെ കുഞ്ഞിനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി. അപ്പോഴേക്കും വിഷ്ണുവും പിള്ളാച്ചനും രോഹിത്തും എല്ലാവരും അവിടെ എല്ലായിടത്തും പപ്പിയെ അന്വേഷിച്ച് കണ്ടെത്താത്തതിന്റെ നിരാശയിലായി. ഈ സമയത്ത് സത്യമോളുടെ റൂമിലിരുന്ന് പപ്പിയും സത്യയും കൂടി ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ സത്യ പറഞ്ഞു, ഞാന് ഒരു വിധത്തിലാണ് അമ്മയും ശാരദാമ്മേനെയും പറഞ്ഞ് പറ്റിച്ചത്. എനിക്ക് നല്ല ധാരാളം ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഇത്രയും പോരാ ഇനിയും വേണമെന്ന് പറഞ്ഞ് ശാരദാമ്മയും അമ്മയും പറ്റിച്ച ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വന്നത്. എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അമ്മ. അതിനിടയിൽ അമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ നല്ല കൃത്യമായിട്ട് തന്നെയാ മറുപടി പറഞ്ഞത് എന്ന് പപ്പിയോട് സത്യമോള് പറഞ്ഞു. അത് കേട്ടതും പപ്പി പറഞ്ഞു, ആ, എന്തായാലും ഇനി ആരും ഇപ്പൊ അന്വേഷിച്ച് വരില്ലല്ലോ അല്ലെ എന്ന് പപ്പി അന്വേഷിച്ചപ്പോ സത്യ പറഞ്ഞു, അഥവാ ഇനി ആരെങ്കിലും വന്നാലേ അത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ഓടി ഒളിച്ചോളാം, അതുപോരെ എന്ന് പപ്പി ചോദിച്ചു. ആ, അത് മതി, ഒളിക്കണേ എന്ന് സത്യയും മറുപടി പറഞ്ഞു. അതിനുശേഷം സത്യ ചോദിച്ചു, ഇപ്പോ പപ്പി പോകുന്ന കാര്യം വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു, എനിക്ക് വീട്ടിലെല്ലാരും അറിഞ്ഞെങ്കിൽ അമ്മയുടെ കാര്യത്തിലാണ് എനിക്ക് വിഷമമുള്ളത്. അമ്മ എന്നെ കണ്ടില്ലെങ്കിൽ സങ്കടപ്പെടും, അതാ എന്റെ വിഷമം എന്ന് സത്യയോട് പപ്പി സങ്കടത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും സത്യ പറഞ്ഞു, അല്ല, ഇത് വിഷ്ണുവച്ചന്റെയും ആന്റിയുടെയും കല്യാണം നടക്കാതിരിക്കാനല്ലേ, അപ്പൊ എല്ലാം അറിയുമ്പോ എല്ലാവർക്കും സന്തോഷമാവുമെന്ന് പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു, ആ അതെ, വിഷ്ണുവച്ചന് ഒത്തിരി സന്തോഷമാവും. ഉടനെ സത്യ ചോദിച്ചു, ഇന്ന് ഞാൻ ഭക്ഷണം വാരി തരട്ടെ എന്ന് ചോദിച്ച് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി വായിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഊട്ടുന്നതിനിടയിൽ സത്യയോട് പപ്പി ചോദിച്ചു, അല്ല, ഇന്ന് സത്യ ഇവിടെ തനിച്ചല്ലേ കിടക്ക? അപ്പോഴേക്കും സത്യ പറഞ്ഞു, അതെ, ഞാൻ തനിച്ചാ കിടക്കുന്നത്. ഇനിയിപ്പോ ആരെങ്കിലും നമ്മൾ ഉറങ്ങിയൊന്ന് നോക്കാനായി വന്നാലാണ് പ്രശ്നം. എന്തായാലും ഇവിടെ ഇന്ന് തനിച്ച് കിടക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു കളവും കൂടി പറയണം എന്ന് പറഞ്ഞ് രണ്ടുപേരും അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോ പപ്പിയെ കാണാത്തതിന്റെ ടെൻഷനിൽ അവിടെ രാഘവൻ നായരും ആശങ്കയോടെ അങ്ങനെ നിന്നു. ഹാളിൽ രാഘവൻ നായർ അങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഒരു വിവരം അറിയാത്തത് കൊണ്ട് ശ്യാമ എന്തായിട്ടുണ്ടാവുമെന്ന ആശങ്കയോടെ മോളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ, മോളുടെ വിവരം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നെല്ലാം ആലോചിച്ച് ശ്യാമ ടെൻഷനോടെ നിന്നു. അപ്പോഴേക്കും രാഘവൻ നായരുടെ അരികിലേക്ക് എത്തിയ പൊന്നി പിന്നാമ്പുറം എല്ലാം പരിശോധിച്ചിട്ട് ഓടിയെത്തിയിട്ട് പറഞ്ഞു, അവിടെ പുറകിലെങ്ങും ഇല്ല സാറേ. ഉടനെ വിഷ്ണുവും അകത്തേക്ക് ഓടിയെത്തി. എന്താടാ മോനെ എന്ന് രാഘവൻ നായർ അന്വേഷിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, ഇവിടെ എങ്ങും കാണുന്നില്ല ചാ, പപ്പിമോള് പുറത്തെങ്ങും തന്നെ ഇല്ല. ഉടനെ രോഹിത്തൻ താഴേക്കെത്തി. രോഹിത്ത് വന്നതോടെ എന്തായി രോഹിത്തെ എന്ന് ചോദിച്ചു. ഇല്ല, ഇവിടെ എങ്ങും ഇല്ല, മുകളിലെങ്ങും തന്നെ ഞാൻ കണ്ടില്ല. അപ്പോഴാണ് സത്യാമ്മയും കാർത്തികയും കൂടി അവിടേക്ക് എത്തിയത്. സത്യഭാമ രോഹിത്തിനോട് ചോദിച്ചു, രോഹിത്തെ, നിന്റെ അരികിലേക്ക് കുറെ നേരമായിട്ട് മോള് വന്നിട്ടില്ലേ എന്ന് ചോദിച്ചതും, ഇല്ല സത്യാമ്മേ, കുറെ നേരമായിട്ട് ഞാൻ മോളെ കണ്ടിട്ടില്ല എന്ന് രോഹിത്തും മറുപടി നൽകി. നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ കുഞ്ഞിനെ നിങ്ങൾ ആരും കാണാതെ പോയത്? അവള് പുറത്തോട്ടോ മറ്റോ പോയോ എന്ന് പോലും ആർക്കും അറിയാൻ കഴിയാതായത് എന്ന് ദേഷ്യത്തോടെ രാഘവൻ നായർ ചോദിച്ചു. അപ്പോഴേക്കും മറുപടി ഒന്നും പറയാനാകാതെ എല്ലാവരും അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ കാർത്തിക പപ്പി പുറത്തേക്ക് പോയത് ഓർത്തു. ഉടനെ വിഷ്ണു പറഞ്ഞു, അവള് അങ്ങനെ തനിച്ചൊന്നും പുറത്തേക്ക് പോവില്ല എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, അല്ല വിഷ്ണു, മുമ്പൊരു വട്ടം അവൾ അങ്ങനെ പോയതല്ലേ, അനുഭവം അങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനിയും അങ്ങനെ എങ്ങനെ സംഭവിച്ചോന്ന് അറിയില്ലല്ലോ, അതുപോലെ ഒരു അസത്തല്ലേ ഇപ്പോ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് സത്യഭാമ കാതിൽ ഓരോന്ന് ഓതി കൊടുക്കാനായി അതുപോലെ ഒരു സാധനമാണല്ലോ കൂടെ കൂടിയത് എന്ന് ദേഷ്യത്തോടെ സത്യഭാമ ശാലിനിയെ കുറ്റപ്പെടുത്തും വണ്ണം പറയുന്നു. എല്ലാം കേട്ടു നിൽക്കുന്ന എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചങ്ങ് നിൽക്കുമ്പോ പൊന്നി ഒരിക്കൽ കൂടി വാതുക്കലേക്ക് വന്ന് അവിടെ എവിടെയെങ്കിലും പപ്പിമോൾ ഉണ്ടോ എന്ന് നോക്കിയിരുന്നു. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, ഇല്ല സത്യാമ്മേ, പപ്പി ഒരു കാരണവശാലും പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല, അങ്ങനെ പോകാനുള്ള ധൈര്യമൊന്നും പപ്പിക്കില്ല എന്ന് പറഞ്ഞ് കാർത്തിക പപ്പി ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് പപ്പി ഇവിടെ തന്നെ കാണും സത്യാമ്മേ, നമുക്ക് ഇവിടെ തന്നെ നോക്കാമെന്ന് വീണ്ടും നിർബന്ധപൂർവ്വം പറയുമ്പോ വിഷ്ണുവും രോഹിത്തും ഒക്കെ ആകെ ടെൻഷനോടെ നിന്നു. അപ്പോഴേക്കും കാർത്തിക വളരെ സന്തോഷത്തിൽ ആ ശല്യം ഒഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്യാമ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന്
ആ സ്റ്റെയറിന് മുകളിൽ നിന്നിട്ട് കാർത്തികേ എന്ന് ഉറക്കെ വിളിച്ചത്. ആ വിളി കേട്ട് എല്ലാവരും ഞെട്ടലോടെ ശ്യാമയെ നോക്കി. ഈ സമയത്ത് പുറത്തായിരുന്ന പൊന്നി ഉടനെ തന്നെ അകത്തേക്ക് ഓടിയെത്തി. ശ്യാമയുടെ ശബ്ദം കേട്ടതോടെ എല്ലാവരും ആകെ ടെൻഷനിലായി. അതിശയപ്പെട്ടുകൊണ്ട് എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്യാമ താഴേക്ക് ഇറങ്ങിയെത്തി. ഉടനെ ശ്യാമ കാർത്തികയുടെ അരികിലേക്ക് എത്തി. കാർത്തികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. സത്യം പറയടി, നീ എന്റെ കുഞ്ഞിനെ എന്താ ചെയ്തത്? എന്റെ മോളെ എന്താടി നീ ചെയ്തത്? മോളെ കൊന്നു കളഞ്ഞോ? അതോ നീ രാത്രിയിൽ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോ? എന്താടി നീ ചെയ്തത്? ആർക്കെങ്കിലും നീ കൊടുത്തു വിട്ടോ? എനിക്കറിയണം എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്ന്. പറയടി നീ എന്ന് ചോദിച്ച് ശ്യാമ കാർത്തികയുടെ നേരെ തിരിഞ്ഞു. ഇവള് എന്റെ കുഞ്ഞിന്റെ കണ്ണു കുത്തി പൊട്ടിക്കുമെന്ന് എന്റെ മുന്നിൽ വെച്ച് ഇവൾ പറഞ്ഞതാണ് എന്ന് ശ്യാമ പറയുമ്പോ ഇത് കേട്ട ഉടനെ കാർത്തിക പറഞ്ഞു, അയ്യോ അയ്യോ സത്യാമ്മേ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. കണ്ടില്ലേ, അവൾക്ക് ഒരു കുഴപ്പവുമില്ല, അസുഖമൊന്നും ഇല്ല എന്നത് ഇപ്പൊ കണ്ടില്ലേ എന്ന് ചോദിച്ചതും രോഹിത്തും മറ്റെല്ലാവരും അതിശയത്തോടെ ശ്യാമയെ നോക്കി. ശ്യാമ ആകെ ഒരു കുഴപ്പവുമില്ലാതെ മുന്നിൽ വന്ന് അങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ അതിശയത്തോടെ എല്ലാവരും നോക്കി നിന്നു. അപ്പോഴേക്കും സത്യഭാമ വേഗം ശ്യാമയുടെ അരികിലേക്ക് എത്തി. സത്യം പറയടി ശ്യാമേ, നിനക്കൊരു കുഴപ്പവും ഇല്ലേ? അപ്പോ നീയല്ലേ പറഞ്ഞത് നിനക്ക് തളർച്ച സംഭവിച്ചതും നീ തളർന്നു കിടക്കുന്നതും ഒക്കെ നിന്റെ വേറെ അഭിനയമായിരുന്നോ എന്നെല്ലാം സത്യഭാമ ചോദിച്ചു. അത് കേട്ടതും ശ്യാമ അത് സത്യാമ്മേ ഞാൻ എന്ന് പറഞ്ഞ് ശ്യാമ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നീ അവളെ ചോദ്യം ചെയ്യാൻ നിൽക്കാതെ വേഗം കുഞ്ഞെവിടെ പോയെന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ഉടനെ സത്യഭാമയുടെ മുന്നിൽ നിന്ന് ശ്യാമ പറഞ്ഞു, കുഞ്ഞ് എന്റെ പപ്പിമോൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഇവൾക്കറിയാം, ഇവൾക്കേ അറിയൂ. ഇവൾ എന്താ ചെയ്തതെന്ന് ഇവളോട് തന്നെ ചോദിക്ക്. പറയടി കാർത്തികേ, എന്താ നീ എന്റെ മോളെ ചെയ്തത്? നീ എവിടെയെങ്കിലും എന്റെ മോളെ ഉപദ്രവിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടോ? എന്താടി ചെയ്തത്? എന്റെ മോളെ നീ കൊന്നു തിന്നോ? പറയടി എന്നെല്ലാം ചോദിച്ച് ദേഷ്യത്തോടെ ശ്യാമ ആ കാർത്തികയെ പിടിച്ചു വലിച്ച് ആ ചെയറിലേക്ക് കൊണ്ടുവന്നിരുത്തും. അവിടെ ചെയറിൽ ഇരിക്കുന്ന കാർത്തികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്യാമ ബഹളം വെക്കുമ്പോഴേക്കും സത്യഭാമ ഓടിയെത്തി. മാറി നിക്കടി അങ്ങോട്ട്, അവളെ ഒന്നും ചെയ്യാതെ മാറി നിക്കടി എന്ന് പറഞ്ഞ് ശ്യാമയെ തള്ളി മാറ്റുകയാണ് സത്യഭാമ. ഇത്രയും ആളുകളെ വിഡ്ഢികളാക്കിയതിനു ശേഷം നീ വീണ്ടും ഇവിടെ കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുകയാണോടി? നീ ഈ വീട്ടിൽ കിടന്ന് വീണ്ടും നീ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ച് വേഗം രോഹിത്തിന് നേരെ തിരിഞ്ഞിട്ട് സത്യഭാമ ചോദിച്ചു, രോഹിത്തെ, നിനക്കറിയാമായിരുന്നോടാ ഇവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നിനക്കറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ഇല്ല സത്യാമ്മേ. ഉടനെ തന്നെ സത്യഭാമ ശ്യാമയുടെ കർണത്തടിച്ചു. എനിക്കെല്ലാം മനസ്സിലായടി, നീയും നിന്റെ ചേച്ചിയും കൂടി ചേർന്ന് ഞങ്ങളെല്ലാം വിഡ്ഢികളാക്കുകയായിരുന്നു അല്ലെ? നിന്റെ ചേച്ചിയെ തിരിച്ചിവിടേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ നടത്തിയ നാടകമായിരുന്നു ഇത് അല്ലേടി എന്ന് ചോദിച്ച് സത്യഭാമ ശ്യാമയോട് ദേഷ്യപ്പെട്ടു. ഉടനെ രാഘവൻ നായർ ചോദിച്ചു, ഭാമേ, ഇതെന്താ ഇത് എന്ന് ചോദിച്ചിട്ടും സത്യഭാമ പറഞ്ഞു, ഇവൾ തന്നെ പറയട്ടെ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന്, ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും എന്ന് സത്യഭാമ പറയുമ്പോ കാർത്തിക താൻ വിജയിച്ച സന്തോഷത്തിൽ അങ്ങനെ നിന്നു. നിനക്ക് വിഷ്ണുവിന്റെ അരികിലേക്ക് വീണ്ടും നിന്റെ ചേച്ചിയെ കൊണ്ടുവരണമായിരുന്നു അല്ലെ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി പറഞ്ഞു, സത്യാമ്മേ, എന്റെ പപ്പിമോള് എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും സത്യഭാമയോട് കേഴുമ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു, എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, നീ ഇപ്പൊ തന്നെ നീ ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നടിച്ചിറക്കും എന്ന് പറഞ്ഞപ്പോ ഉടനെ ശ്യാമ പറഞ്ഞു, അല്ലെങ്കിലും നിങ്ങൾക്ക് അതിനല്ലേ കഴിയൂ ഇവിടെയുള്ള എല്ലാവരെയും അടിച്ചിറക്കാൻ എന്ന് ശ്യാമ ദേഷ്യത്തോടെ സത്യഭാമയോട് ചോദിക്കുന്നു. അതെ, ശരിയാണ്. എന്റെ കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടിയും എന്റെ കുഞ്ഞേച്ചി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു നാടകം കളിച്ചു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അത് വിഷ്ണുവേട്ടനെയും എന്റെ കുഞ്ഞേച്ചിയും ഒന്നിപ്പിക്കാനായിരുന്നു എന്ന് ശ്യാമ ഉറക്കെ വിളിച്ചു പറയുന്നു. പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞില്ല. എന്റെ കുഞ്ഞേച്ചിക്ക് അതിൽ യാതൊരു പങ്കുമില്ല. എന്റെ കുഞ്ഞേച്ചി നിരപരാധിയാണ് എന്ന് ശ്യാമ കൈകൂപ്പിക്കൊണ്ട് സത്യഭാമയോട് പറഞ്ഞു. കുഞ്ഞേച്ചിക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് ശ്യാമ പറയുമ്പോ വിഷ്ണുവും രോഹിത്തും എല്ലാം അത് ഞെട്ടലോടെ കേട്ടു നിന്നു. ഉടനെ രോഹിത്ത് ശ്യാമയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ശ്യാമേ, നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ ഇത് എന്ന് ചോദിച്ചതും ഉടനെ രോഹിത്തിന്റെ കൈ പിടിച്ച് ശ്യാമ പറഞ്ഞു, സോറി രോഹിത്ത്, എനിക്ക് അപ്പോ എന്റെ പൊട്ട ബുദ്ധിയിൽ അത് തോന്നിയില്ല എന്ന് ശ്യാമ തന്റെ തലയിൽ കൈകൊണ്ട് അടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ സത്യാമ്മേ, എന്റെ പപ്പിമോള് എവിടെയുണ്ടെന്ന് ഇവക്കറിയാം. ഇവള് പലപ്പോഴും എന്റെ പപ്പിമോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവള് എന്റെ അടുത്ത് വന്ന് എന്തെല്ലാം സങ്കടങ്ങൾ പറഞ്ഞിരുന്നെന്നറിയുമോ? എന്റെ അടുത്ത് വന്ന് സങ്കടത്തോടെ കരയാറുണ്ടായിരുന്നു എന്റെ മോള്. ഇവള് എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ പലവട്ടം ശ്രമിച്ചതാണ്. ഇവൾ എന്റെ മോളെ ഉപദ്രവിച്ചിട്ടുണ്ട് സത്യാമ്മേ. ഇവക്കറിയാം എന്റെ കുഞ്ഞ് എവിടെയാണെന്ന്. ഇവൾ എന്റെ കുഞ്ഞിനെ എന്തോ ചെയ്തിട്ടുണ്ട് സത്യാമ്മേ എന്ന് പറഞ്ഞ് ശ്യാമ കാർത്തികയുടെ പ്രവൃത്തികളെ കുറിച്ച് എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറയുകയും
കാർത്തികയുടെ അരികിലേക്ക് എത്തി സത്യം പറയടി എന്ന് പറഞ്ഞ് ശ്യാമ കാർത്തികയെ പിടിച്ച് കുലുക്കുന്നത് കണ്ടതോടെ അവിടേക്ക് എത്തിയ സത്യഭാമ ശ്യാമയെ തള്ളി മാറ്റി. മാറി നിക്കടി അങ്ങോട്ട്, അവളെ നീ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് ഉള്ള നാടകം മുഴുവൻ കളിച്ചിട്ട് നീ ഇവിടെ മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ നോക്കുന്നോ എന്ന് ചോദിച്ച് സത്യഭാമ ശ്യാമയെ കുറ്റവാളി എന്ന രീതിയിൽ ശ്യാമയുടെ നേരെ തിരിഞ്ഞ് ശ്യാമയ്ക്ക് നേരെ വീണ്ടും ഇത്രയൊക്കെ ചെയ്തതിന്റെ പേരിൽ ശ്യാമയെ ശിക്ഷിക്കണമെന്ന നിലപാടിലേക്ക് സത്യഭാമ എത്തിച്ചേരുന്നു.